ഹായ് മക്കളെ, ഇതെന്താണെന്നറിയാവോ? ഇതെന്താണെന്നറിയാവോ? ഒന്നുമല്ല, നമ്മുടെ ഹയർ സെക്കൻഡറി പ്ലസ് ടുവിലെ ക്രിസ്മസ് എക്സാമിനേഷൻ്റെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഞാൻ ഇങ്ങനെ അതിൻ്റെ ഓരോ ഏടുകളിലൂടെ ഇങ്ങനെ മറിച്ച് പോയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത്, മക്കളെ, ക്വസ്റ്റ്യൻ ഫിസിക്സിൻ്റെ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ പോയിട്ടുണ്ട്. എന്നാൽ ചില ക്വസ്റ്റ്യൻ മാത്രമേ നമ്മളത് കുഴപ്പിച്ചുള്ളൂ. ബാക്കി സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പ്ലസ് വണ്ണിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപ്പുറമാണ്. അവിടെ കെമിസ്ട്രിയും മാത്തമാറ്റിക്സും എങ്ങനെയൊക്കെ അവരെ കുഴപ്പിക്കാമോ ആ രീതിയിലൊക്കെ കുഴപ്പിച്ചാണ് ക്വസ്റ്റ്യൻ ഇട്ടിരിക്കുന്നത്. അതായത് ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇതൊക്കെ അനുഭവം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നൊക്കെ തോന്നും. എന്നാലും നല്ല രീതിയിൽ പഠിച്ചില്ല എങ്കിൽ, കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിച്ചില്ല എങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് മാർച്ചിലെ എക്സാമിനേഷൻ നല്ല മാർക്ക് കരസ്ഥമാക്കാൻ സാധിക്കത്തില്ല. പ്ലസ് ടുവിലെ ഇപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിനേഷൻ വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയി. ഡെറിവേഷൻസ് നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ വളരെ കുറച്ച് മാത്രമാണ് ചോദിച്ചത്. അതിൻ്റെ ഒരു പോരായ്മ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിഭവം നിങ്ങളുടെ അടുത്തുണ്ടായിരിക്കും അല്ലേ? കാരണം നമ്മൾ പ്രതീക്ഷിച്ച് പോയ ഡെറിവേഷൻ ഒന്നും എക്സാമിനേഷൻ ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. ആ ഒരു കുഴപ്പമുണ്ട്. ബാക്കി മാറ്റി നിർത്തി കഴിഞ്ഞാൽ പൊതുവേ വലിയ കുഴപ്പമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തട്ടിമുട്ടിയൊക്കെ നല്ലൊരു മാർക്കിലോട്ട് എത്താനായിട്ട് സാധിക്കുന്നതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ. ഇനി അങ്ങോട്ട് വരുന്ന 2 എക്സാമിനേഷൻ, മോഡലും അതേപോലെ തന്നെ നമ്മുടെ മാർച്ചാണ് നമ്മൾ എയിം ചെയ്യുന്നത്. മാർച്ചിലെ ക്വസ്റ്റ്യൻ കട്ടിയാകാനാണ് സാധ്യതയുള്ളത്. നല്ല അടിപൊളി കോൺസെപ്റ്റ് ബേസ്ഡിലുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ എന്ത് ചെയ്യും നിങ്ങളോട് ചോദിക്കുന്നതായിരിക്കും. നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി വന്നതല്ല. കാരണം നിങ്ങൾ മാർച്ച് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ട് പേടിക്കുന്നതിനൊക്കെ നല്ലത് ഇപ്പോൾ നിങ്ങൾ പേടിച്ച് അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതല്ലേ. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോൾ മാർച്ച് എക്സാമിനേഷന് വേണ്ടി ഇപ്പോഴേ പരിപാടി തുടങ്ങിക്കോ, അംഗം വെട്ടാൻ തുടങ്ങിക്കോ. ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിലപ്പെട്ടതാണ്. നല്ലൊരു സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കി, ഇന്ന ദിവസം ഇന്ന ചാപ്റ്റർ ഞാൻ തീർക്കും, ഇന്ന ചാപ്റ്റർ എനിക്ക് പാടാണ്, അതിനുവേണ്ടി ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കും എന്നൊക്കെ എന്ത് ചെയ്യുക, ഒരു വളരെ വ്യക്തവും ശക്തവുമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ട് പഠിച്ചങ്ങോട്ട് തുടങ്ങിയേക്കുക. മാർച്ച് എക്സാമിന് നമുക്ക് എന്ത് ചെയ്യാം, ഉഷാറായിട്ട് എന്ത് ചെയ്യാം, മുഴുവൻ മാർക്കും ഒരു പരിപാടിയില്ല, അതിൽ കുറഞ്ഞ ഒരു പരിപാടി ഇവിടെ ഇല്ലഹേ. അപ്പോൾ മുഴുവൻ മാർക്ക് നമ്മൾ എന്ത് ചെയ്യും മക്കളെ, അടിച്ചെടുത്തിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടിന് ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ എൻഡ് ഗെയിം ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എൻഡ് ഗെയിം ബാച്ച്. നമ്മുടെ ആദ്യം മുതൽ, അതായത് നമ്മുടെ ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്തമാറ്റിക്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, എല്ലാ സബ്ജക്റ്റിൻ്റെയും ആദ്യം മുതൽ അവസാനം വരെയുള്ള ചാപ്റ്ററുകൾ കംപ്ലീറ്റ് ആയിട്ട് എടുത്തു തരുന്നുണ്ട്. മുഴുവൻ സിലബസ് കവർ ചെയ്യുന്നുണ്ട്. NCERTയിലെ മുഴുവൻ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അടങ്ങിയ വലിയൊരു പാക്കേജാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ മൈൻഡ് മാപ്പും ആണ്. സൈലത്തിൻ്റെ ബ്രാൻഡാണ് ഈ ഇൻസ്റ്റാൾ ചെയ്യണം മൈൻഡ് മാപ്പ് എന്ന് പറയുന്നത്. അതായത് അവസാന നിമിഷം നിങ്ങൾക്ക് പെട്ടെന്നൊരു ചാപ്റ്റർ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം അതേപോലെ മൈൻഡ് മാപ്പ് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ്റെ ഒരു ബണ്ടിൽ തന്നെ നിങ്ങൾക്ക് 2025 വരെയുള്ള മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും നമ്മളവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വളരെയേറെ ഉപകാരപ്പെടുന്നതായിരിക്കും. പിന്നെ ഈ മാറി വരുന്ന പാറ്റേൺ അനുസരിച്ചുള്ള ക്വസ്റ്റ്യനും നമ്മളവിടെ സെറ്റാക്കുന്നതായിരിക്കും. അപ്പോൾ ഉഷാറായിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു മാർക്കിലോട്ട് എന്ത് ചെയ്യാം, എത്തിച്ചേരാം. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് പ്ലസ് ടുവിൽ ഇനിയുള്ള ദിവസങ്ങൾ എങ്ങനെ പഠിക്കണമെന്നൊക്കെ നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കായിട്ടൊരു ഫ്രീ വെബിനാർ നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ജനുവരി 3-ാം തീയതി 6 മണിക്കായിരിക്കും നമ്മുടെ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. രജിസ്റ്റർ ചെയ്യാനായിട്ട് ഈ കാണുന്ന QR കോഡ് നിങ്ങൾ ഉടനെ തന്നെ എന്ത് ചെയ്യുക, സ്കാൻ ചെയ്യുക. നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഉഷാറായിട്ട് നിങ്ങൾ ഡൗട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇനിയുള്ള ദിവസങ്ങളിൽ അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, പഠിച്ച് മുന്നോട്ട് പോകാനുള്ള അടിപൊളി ഗംഭീര പ്ലാൻ ആയിരിക്കും നമ്മളവിടെ എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്കായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ, നമ്മുടെ എൻഡ് ഗെയിമിൽ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ജോയിൻ ചെയ്യുന്ന 5 കുട്ടികൾക്ക് നറുക്കെടുപ്പിലൂടെ നമ്മളൊരു ഗിഫ്റ്റ് തരുന്നുണ്ട്. മറ്റൊന്നുമല്ല, സ്മാർട്ട് വാച്ച് ആയിരിക്കും. അപ്പോൾ ഉടനെ തന്നെ എൻഡ് ഗെയിമിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഉഷാറായിട്ട് പഠിച്ച് നല്ലൊരു മാർക്ക് അടിച്ചെടുക്കാം. മുഴുവൻ മാർക്ക് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും.